ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാനും ആദ്യം എണീറ്റിട്ടുണ്ട്. അപ്പോൾ ആദ്യമാണ് എന്നെ വിളിച്ചെണീപ്പിക്കുന്നത്. അവന് തീരെ ഉറക്കം കുറവാണ്. അവൻ രാവിലെ എണീക്കുവേ. അങ്ങനെ അവനെ കുറേ നേരം കളിപ്പിച്ച് വർത്താനമൊക്കെ പറഞ്ഞ്, പിന്നെ നമ്മുടെ ഇവിടെ പൂച്ച പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് 3 കുട്ടികളാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ പോയി ഒന്ന് കണ്ട് ആദുവിനെ ഒന്ന് കാണിച്ചൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ അവനെ അത്തശ്ശിയുടെ കയ്യിൽ എണീപ്പി കൊടുക്കുകയും, കാരണം ഉസ്മാൻ കുഞ്ഞിന് ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അവനെ എണീപ്പിച്ച് അവന് ഫുഡൊക്കെ കൊടുത്ത് അവനെ വിടേണ്ടതാണ്. അപ്പോൾ ആദ്യം ഉണ്ടെങ്കിൽ പണിയൊന്നും നടക്കില്ല. അങ്ങനെ ആദ്യം അത്തശ്ശിയുടെ കയ്യിൽ വരുന്നു. പിന്നെ ഉസ്മാൻ എണീപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പണി. അങ്ങനെയൊന്നും എണീക്കത്തില്ല കേട്ടോ. കുറേ നേരം ഇങ്ങനെ വിളിച്ചിരുന്നാലേ അവൻ എണീറ്റ് വരത്തുള്ളൂ. ഇപ്പം ചെറിയ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഉറക്കമാണ്. ഉസ്മാൻ കുഞ്ഞിനെ എണീപ്പിച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു. അപ്പം നമുക്കിന്ന് കാപ്പിക്ക് കപ്പയും മീൻ കറിയും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. ആദുവിന് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കപ്പ വേവിച്ചിങ്ങനെ അവന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ രാവിലെ കപ്പയാക്കി. അപ്പം ഞാൻ കപ്പയൊക്കെ പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഉസ്മാൻ കുഞ്ഞ് സ്കൂളിൽ പോകുന്നതുകൊണ്ട് രാവിലെ കപ്പ കൊടുക്കണ്ടെന്നും പറഞ്ഞ് അമ്മ ഇന്നലത്തെ അപ്പത്തിൻ്റെ മാവ് വെച്ച് 2 അപ്പമൊക്കെ അവനവിടെ ചുടുന്നുണ്ട് കേട്ടോ. ഞാൻ കപ്പയെല്ലാം കൊത്തി ഞുറുക്കി കഴുകി വാരി വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ നമുക്ക് ഇന്നലെ മേടിച്ച മീനാണ് കേട്ടോ. അയലയാണ് കിട്ടിയത്. അപ്പം മീനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പ് മാറാനായിട്ട്. പിന്നെ നമ്മൾ ചായ കുടിക്കുവാണ്. അപ്പോൾ രാവിലെ ചായയുടെ ഒപ്പം എന്തെങ്കിലും ഇങ്ങനെ മുക്കി കഴിക്കാനായിട്ട് എനിക്ക് നിർബന്ധം കേട്ടോ. അങ്ങനെ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ കപ്പയൊക്കെ വെന്ത് വന്ന് നമ്മളതിനകത്ത് അരപ്പൊക്കെ ഇട്ട് പിന്നെ ഇത് ഒന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല കപ്പയായിരുന്നു, നല്ലോണം വേകുന്ന കപ്പയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഈ കമ്പും വെച്ചിട്ടാണ് കേട്ടോ ഇളക്കണത്. അതുകൊണ്ട് തന്നെ ഇളക്ക് ശരിയാകുന്നില്ല. അങ്ങനെ ഞാൻ ക്യാമറയൊക്കെ നിലത്ത് വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കിയെടുത്തേ. പിന്നെ നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ, എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ കപ്പ ഇങ്ങനെ വേവിച്ച് കഴിയുമ്പം ഇളക്കാൻ നേരത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇളക്കും കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റാണേ. അങ്ങനെ കപ്പ വേവിച്ച് മാറ്റി വെച്ചു. ഇനി മീൻ കറി വെക്കണം, പിന്നെ മീൻ വറക്കാനും ഉണ്ട്. അപ്പോൾ മീനെല്ലാം അമ്മ വെട്ടി തന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ മീൻ കറിയും വേഗം റെഡിയാക്കി അങ്ങ് വെച്ചു. പിന്നെ ഈ കപ്പയൊക്കെ ഉള്ളപ്പോഴേ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ അരച്ചാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ചാറ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് നമുക്ക് കപ്പയ്ക്കൊക്കെ ഒഴിച്ചു കൂട്ടാനായിട്ട് ചാറിന് വേണ്ടിയിട്ട് അരച്ച് വെച്ചു കേട്ടോ. അങ്ങനെ മീൻ കറിയുടെ പണിയും കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ വറക്കാനായിട്ട് ഞാൻ അരപ്പ് തേച്ച് വെക്കുവാണേ. അതും കൂടെ തേച്ച് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വറുത്താൽ മതിയല്ലോ. അങ്ങനെ അരപ്പെല്ലാം തേച്ച് വെച്ച് ഈ മീൻ ഇങ്ങനെ വറക്കാനായിട്ട് അരപ്പതിൻ്റെ കൂടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ചേർത്തിട്ട് ഇങ്ങനെ പൊരിക്കുമ്പോൾ പ്രത്യേക ഒരു മണമൊക്കെ വരും, ഭയങ്കര ഒരു ടേസ്റ്റുമാണ്. പക്ഷെ ഇന്നില്ലായിരുന്നു. അങ്ങനെ ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് വെച്ചു കേട്ടോ. ഇനി നമ്മുടെ മെയിൻ പണിയാണ്. ഇനി ആദുവിന് ഫുഡൊക്കെ കൊടുത്തു അമ്മ കേട്ടോ. അപ്പോൾ ഞാൻ അവന് കുളിക്കാനായിട്ടുള്ള വെള്ളമൊക്കെ റെഡിയാക്കി. അപ്പോൾ അവനിങ്ങനെ ഒരു ബാത്ത് ടബിലിരുന്നാണ് കുളിക്കണത് കേട്ടോ. അങ്ങനെ ചെറു ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത്. അങ്ങനെ അത് കുളിക്കാനായിട്ട് വന്നിട്ടുണ്ടേ. അവിടെ കിടന്നൊരു പാവക്കുട്ടിയായിട്ടാണ് പുള്ളി വന്നേക്കുന്നത്. ഇനി ഇതിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാറ്റണം, എന്നാലേ കുളിപ്പിക്കൽ നടക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ കാക്കയൊക്കെ കാണിച്ച് പാവേനെ എടുത്ത് മാറ്റിയേ. കുറേ നേരം ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പം നടക്കില്ല, അവന് നല്ല ജലദോഷമാണ്. അങ്ങനെ വേഗം കുളിപ്പിച്ചെടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ഓരോ സ്പൂണൊക്കെ കൊടുത്തിട്ട് ഞാൻ വേഗം തന്നെ കുളി കഴിഞ്ഞ് എടുത്തുകൊണ്ട് വന്നു. റൂമിലെത്തിയാലുടനെ പുള്ളി കട്ടിലേക്ക് കിടന്ന് പുതപ്പിട്ടത് ഇങ്ങനെ കളിയാണ് കേട്ടോ. കുറച്ച് നേരം ഒളിച്ചേക്കണ്ടയൊക്കെ കളിക്കും. അങ്ങനെ ഇനി ആദുവിന് മുഖത്ത് ലോഷനൊക്കെ തേക്കണമല്ലോ, അതൊന്നും സമ്മതിക്കൂല കേട്ടോ. അതുപോലെ തന്നെ ഡ്രസ്സ് ഇടാനും ഭയങ്കര മടിയാണ്. ഒരു വലിയ യുദ്ധം നടത്തിയാലേ പിന്നെ ഇന്ന് ഒന്ന് റെഡിയാക്കി കിടത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആദുവിൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് റെഡിയൊക്കെ ആക്കി ഞാൻ പാലൊക്കെ കൊടുത്ത് ആദുവിനെ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ എണീറ്റോണ്ടാന്ന് തോന്നുന്നു ഇന്ന് നേരത്തെ ഉറങ്ങി. ചില ദിവസം നമ്മൾ കുറച്ച് നേരം തൊട്ടിയിൽ ആട്ടേണ്ടി വരും കേട്ടോ. അപ്പോൾ ആദ്യം ഉറങ്ങിയ സമയത്ത് ഞാൻ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ വേഗം റൂമൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് കേട്ടോ. അതെനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ സ്റ്റാൻഡൊക്കെ കൊണ്ട് വെച്ചാൽ പുള്ളി അതിൻ്റെ സൗണ്ടൊക്കെ കേട്ട് വേഗം തന്നെ ഏറ്റു വരുവേ. അങ്ങനെ ആദുവിനെ ഉറക്കി റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാപ്പി കുടിക്കാനായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മൾ വെച്ച കപ്പയും മീൻകറിയും കൂട്ടി കഴിക്കുവാണ്. അപ്പം ഞാനും അമ്മായും ഒരുമിച്ചാണ് കേട്ടോ കഴിക്കുന്നത്. അമ്മ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഈ
കപ്പയും മീനൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് സബോള കടിച്ചു കൂട്ടണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് ഇവൻ്റെ ഉസ്മാൻ കുഞ്ഞിൻ്റെ സ്കൂളിലേക്ക് ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായിരുന്നേ. അതാണ് കേട്ടോ ഞാനിരുന്ന് ഈ തപ്പുന്നത്. കുറേ തപ്പി കേട്ടോ, ഒന്നും കിട്ടിയില്ല. പിന്നെ അത് പുതിയത് എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നു, അത് എവിടെയോ ഉണ്ടായിരുന്നു, എവിടെയാണ് മിസ്സായെന്ന് അറിയത്തില്ല. അങ്ങനെ കുറേ നേരം അതിൻ്റെ പുറകിലും പോയി, സമയം പോയി. പിന്നെ ഈ ഫയലിൻ്റെ ഒക്കെ കൂടെ പണ്ടത്തെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്തെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നേ. ഫോട്ടോ എല്ലാം പോയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറേ അടച്ചു വെച്ചിട്ടാണെന്ന് തോന്നുന്നു. അതെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നോക്കി പെറുക്കി മാറ്റിയൊക്കെ വെക്കുമായിരുന്നേ. ഇനിയിപ്പം ആദു എണീക്കുന്നതിന് മുന്നേ എനിക്ക് അലക്കി കുളിച്ച് കയറണം കേട്ടോ. അപ്പം ഞാൻ അലക്കാൻ ഇറങ്ങിയപ്പോഴത്തേനും മഴ പെയ്തു. മഴയത്ത് ഞാൻ കയറിയിരുന്നാൽ എൻ്റെ പണി നടക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, മഴ നനഞ്ഞ് അലക്കി കേട്ടോ. അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് തുണി കൊണ്ട് മുകളിൽ വിരിച്ചിടണേ. അപ്പോൾ ഇന്നലെ അലക്കിയ തുണികളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ ഞാനതെല്ലാം മടക്കി എടുക്കുവാണേ. ഞാൻ ഇവിടെ വെച്ച് തന്നെ മടക്കി എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ ചുരുട്ടിക്കൂട്ടി എടുത്തുകൊണ്ട് പോയാൽ പിന്നെ തുണിയെല്ലാം മടങ്ങി ഇതായി പോകുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് തന്നെ മടക്കിയാണ് കേട്ടോ താഴേക്ക് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ അലക്കിക്കൊണ്ട് വന്ന തുണികളെല്ലാം ഇവിടെ വിരിച്ചിടണം കേട്ടോ. കുറച്ച് തുണിയൊക്കെ ഇനി ഉണങ്ങാനുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് അവിടെ ഇട്ടു. ബാക്കി തുണികളൊക്കെ അവിടെ വിരിച്ചിട്ടു കേട്ടോ. ഇനി നമ്മൾ ആ പത്രത്തിൽ തന്നെ മടക്കിയ തുണിയൊക്കെ ആയിട്ട് താഴേക്ക് വന്നു. അങ്ങനെ ഞാൻ കുളിയും കഴിഞ്ഞ് കയറി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആദു എണീറ്റിട്ടുണ്ടായിരുന്നു. അവൻ അപ്പസീരയിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദു എന്നെ കണ്ടപ്പോഴത്തേനും ഇങ്ങോട്ട് ചാടി വരുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. അപ്പം ഞാനും അതും കൂടെ അതുവിന് ചോറ് കൊടുത്തു ആദ്യമേ. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചു. ചോറിന് മീൻ കറിയും പിന്നെ മീൻ വറുത്തതും അതുപോലെ തന്നെ അമ്മ ഒരു തോരനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. അത് പപ്പടം മാത്രം തിന്നുന്നുണ്ടായിരുന്നു, ചോറൊന്നും തിന്നുന്നില്ലായിരുന്നേ. പിന്നെ കുറച്ച് നേരം ആ പൂച്ചക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അതുവിനെ കാണിച്ച് അവൻ്റെ കൂടെ വെച്ച് കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ ഏകദേശം ഇത്രയൊക്കെ പണികൾ എല്ലാ ദിവസവും തന്നെ ഉള്ളതാണ് കേട്ടോ. അങ്ങനെ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഹാഫ് ഡേ എന്ന് പറയുന്നത്. ഇനി അതിന് കുറേ കഴിഞ്ഞിട്ട് ഉറങ്ങത്തുള്ളൂ, അതുവരെ നമ്മൾ അവനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.